ചുന്ദരി ചുമക്കി ചുന്ദരി കോഴിയൊക്കെ ഓമനിക്കുന്ന ആദ്യമായിട്ടാ. അടി കൂടുന്ന എന്താ ചെടിയായിട്ട് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ കുറേ നാൾ മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് മടി കാരണം വോയിസ് ഓവർ കൊടുക്കാതെ മാറ്റി വെച്ചതാണ്. ഇതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും എഫേർട്ടൊക്കെ ആയിട്ട് എടുത്തതല്ലേ, അപ്പോൾ പിന്നെ ഇതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഞാനും ഇച്ചായും കൂടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വളമിടിയിലാണ്. നമ്മുടെ ഫ്രൂട്ട്സ് ചെടികൾക്കെല്ലാം കുറച്ച് വളമിടുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ മുയലുകുട്ടന്മാരെയും നമ്മുടെ കോഴികളെയൊക്കെ അഴിച്ചു വിട്ടിട്ട് നമ്മുടെ ബ്രൗൺ കോഴിയെ ഒരു പുഴുവിനെ തീറ്റിക്കാനുള്ള പരിപാടിയാണ്. ഈ ബ്ലൂബെറി ചെടിയുടെ പോട്ട് എടുത്തപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരു പുഴുവിനെ കണ്ട് ആ പുഴുവിനെ ഈ കോഴിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇച്ച അതിനെ അങ്ങോട്ട് കൊണ്ട് വെച്ചത്, നമ്മുടെ ബ്രൗൺ കോഴിയെ. പക്ഷേ അത് അവിടെയൊക്കെ നോക്കിയെങ്കിലും ഇതിനെ തിന്നാനായിട്ടുള്ള എന്താ പറയുക കണ്ടില്ലെന്ന് തോന്നുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു വൈറ്റ് കോഴി കുറച്ചുകൂടെ മിടുക്കനാണ്, അവനെ കൊണ്ടുപോയി നിർത്തി നോക്കാൻ. പക്ഷെ അവനും തിന്നില്ല. അപ്പോൾ ഇച്ച ആ പുഴുവിനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ നൈസായിട്ട് അവൻ കഴിക്കുന്നുണ്ട് നമ്മുടെ വൈറ്റ് കോഴി. വൈറ്റ് കോഴിക്കും ബ്രൗൺ കോഴിക്കും ഒക്കെ പേരുണ്ട് കേട്ടോ. ആ ബ്രൗൺ കോഴിയുടെ പേര് ലില്ലി എന്നാണ്, നമ്മുടെ വൈറ്റ് കോഴിയുടെ പേര് ഫ്ലഫ്. ഞങ്ങൾ വേറെ എല്ല് വെച്ച് വേറെ പേരിട്ടതായിരുന്നു, പക്ഷേ അപ്പൂസ് ഇട്ട പേരാണ് ഫ്ലഫ്. എന്തായാലും അത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി ചെടിയെ ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. 2 ബ്ലൂബെറി ചെടിയാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ബ്ലൂബെറി ചെടിയാണ്, കുറച്ചുകൂടെ നല്ലതായിട്ട് പൂവൊക്കെ വന്ന് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങൾ ആദ്യം മേടിച്ചത്. ഇത് 2-3 വർഷമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട്, പക്ഷേ അധികം വിളവൊന്നും തരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെടുത്ത് ചട്ടിയിൽ നിന്ന് എടുത്ത് തറയിൽ വെച്ചു. പിന്നെ ഒരു മിഡ് സമ്മർ ആയപ്പോഴത്തേക്കും അതിനെടുത്ത് പിന്നെയും പോട്ടിൽ വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെ എങ്ങനെ നന്നാക്കാം എന്നോർത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈവൻ കണ്ടോ, ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. ഇപ്രാവശ്യം നന്നായിട്ടത് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ ബ്ലൂബെറി ചെടി പോട്ടിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ മണ്ണിന് അസിഡിക് നേച്ചറാണ് ഇഷ്ടം. അപ്പോൾ ആ മണ്ണിൽ പോട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണല്ലോ ആ മണ്ണ് അസിഡിറ്റി കൂട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതിനടുത്ത് ചട്ടിയിൽ വെച്ചത്. എന്തായാലും അത് ബ്ലൂബെറി ചെടിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു, കാരണം മറ്റേ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അവിടെ ഉണങ്ങിക്കരിഞ്ഞ് നിന്ന ചെടി ക്യാൻബെറി ചെടിയാണ്. ക്യാൻബെറി ഇപ്രാവശ്യം വിൻ്റർ തുടങ്ങിയപ്പോൾ മേടിച്ചതാണ്, പക്ഷേ അത് സക്സസ് ആവുമെന്ന് കുറച്ച് സംശയമുണ്ട്. മുളയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അങ്ങോട്ട് കിളുത്ത് വരുന്നില്ല. അതിന് ബാക്കി ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തു. ഇത് ഞങ്ങളുടെ മുന്തിരി ചെടിയാണ്. ഈ മുന്തിരിയും ഓറഞ്ചും ഒക്കെ മേടിക്കുമ്പോൾ സീഡ്ലെസ് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സീഡ്ലെസ് ആണ്, നല്ല മധുരമുള്ളൊരു ടൈപ്പാണ്. അതിൻ്റെ പേരാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇത് നമ്മുടെ നെക്ടറിൻ ചെടിയാണ്. ഇതിന് കുറച്ച് ഒരു എന്താ പറയുക NPK ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സാധാരണ ഞങ്ങൾ ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളമാണ് എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇത് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ നെക്ടറിൻ ചെടിയാണ്. നെക്ടറിനകത്ത് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. ഇപ്രാവശ്യം കായ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ മിക്കവരുടെയും വീട്ടിൽ ഈ നെക്ടറിനും പ്ലമ്മും ആപ്പിളും പേറും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് ഇവിടെ പിടിക്കുകയും ചെയ്യും. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകും. അത് പക്ഷേ ഈ ഒരു സമ്മർ സമയത്ത് മാത്രമാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ ചെടിയാണ്. ഇതിന് ഞങ്ങൾ ഒരു സിട്രസ് വളം അതിന് പ്രത്യേകിച്ച് ഉണ്ട്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് മൂടൊക്കെ ഒന്ന് കിളച്ച് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തിപ്പോൾ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഓറഞ്ച് നിൽപ്പുണ്ട്, അതിനെ പറിച്ചെടുക്കണം. ഇത് ഞങ്ങളുടെ മാതളം ആണ്, മാതളത്തിൻ്റെ ചെടിയാണ്. 2 ചെടി ഞങ്ങളടുത്തുണ്ട്. കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഒത്തിരി പൂവിട്ടായിരുന്നു, പക്ഷേ ഒരു മാതള നാരങ്ങയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതും ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴത്തേക്കും തിരിച്ചു വന്നപ്പോൾ തറയിൽ ചീഞ്ഞ് കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് എന്ത് ടേസ്റ്റാണെന്നോ എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് വളമൊക്കെ ചെയ്ത് നിർത്തുകയാണ്. ഇതേ ഞങ്ങളുടെ കറിവേപ്പ്, 2 കറിവേപ്പ്, ഒരെണ്ണം ഞങ്ങളുടെ ഫ്രണ്ട് ജീത്തിനൊക്കെ ഇവിടുന്ന് മൂവ് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ട് പോയതാണ്. അത് നന്നായിട്ട് നിൽപ്പുണ്ട്. ഞങ്ങളുടെ ചെടി ഇതാണ് ഞങ്ങൾ മേടിച്ച 7-8 വർഷമായിപ്പോൾ. അപ്പോൾ അതിനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പകുതി വെച്ചങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് കുറച്ച്
കിളുത്ത് വന്നിട്ട് കുറച്ച് മുളയൊക്കെ വന്ന് നിൽപ്പുണ്ട്. കൈ കിട്ടുന്ന വിത്തുകളും നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു സീഡ്സും എല്ലാം ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ പോച്ചിലാണ് കൊണ്ട് നടുന്നത്. ചുമ്മാ അതിനകത്തോട്ട് കൊണ്ടിട്ടേക്കും, കിളുത്ത് വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച്. അതുപോലെ അവക്കാഡോയുടെ ഒരു സീഡ് കൊണ്ടിട്ടതാണ്. അതവിടെ നിന്ന് വലിയ മരം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു സ്പൈഡർ പ്ലാന്റ് അതിനകത്ത് നിൽപ്പുണ്ട്. അതിനകത്ത് നിന്നങ്ങ് തഴച്ച് വളരാണ്. കാരണം അതിനകത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പഴുത്തലിയും അങ്ങനെ ഓരോ കിച്ചൺ വേസ്റ്റൊക്കെ കൊണ്ടിടാറുണ്ട്. അപ്പോൾ അതിൽ നല്ല വളമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പൊഴുതു മാറ്റിയിട്ട് കുറച്ച് വളം അതിനൂടെയൊക്കെ ഇട്ട് കൊടുക്കാനാണ്. പിന്നെ ഇവരെയൊക്കെ ഇനി റീപ്പോർട്ടും ചെയ്യണം. അതിൽ നിന്നൊരു ക്യാക്ടസ്, അവിടെ ഞാൻ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ വിൻ്റർ സർവൈവ് ചെയ്ത് വന്നവരാണ് ഇവരൊക്കെ. ഒരു ക്യാക്ടസും കിട്ടി. ഇവിടെ മിക്കവരും വിൻ്ററിൽ കറിവേപ്പിനെ എടുത്ത് വീടിനകത്തൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ 2-3 വർഷമായിട്ട് ഇതിനെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ ഒരു ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് വയ്ക്കും. ഇവിടെ കറിവേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്കൊരു വികാരമാണ്. ഇത് ഒരു 8 വർഷമൊക്കെ ആയ കറിവേപ്പിന്, നല്ല വലുതായിട്ട് നിൽക്കുന്ന കറിവേപ്പിന് ഒരു $300 കിട്ടും. ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കിയാൽ കാണാം. $300-400 ഓരോ കറിവേപ്പ്. അത് നല്ല വലിയ കറിവേപ്പാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയ പോട്ടിലൊക്കെ നട്ട് നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന കറിവേപ്പിന് അത്രയൊക്കെ പൈസ കിട്ടും. ഇതാണ് ജിത്തിനൊക്കെ തന്ന പോട്ട്. അതിലതേ ഒരു ട്യൂലിപ്സ് നിൽക്കുന്നു, പിന്നെ കുറച്ച് സ്പൈഡർ പ്ലാന്റും. അതിനേക്ക് ഒന്ന് മാറ്റി നട്ടിട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കുകയാണ്. ആ ക്യാക്ടസിനെ ഞാൻ തന്നെ ചവിട്ടി മെതിച്ചു. അതിൻ്റെ വിഷമമാണ് ഈ കാണുന്നത്. അത് അവിടോട്ട് വെച്ചിട്ട് ഞാൻ അറിയാതെ അതിനെ ചവിട്ടി. ഞാൻ പറയായിരുന്നു, ഇത്രയും നാൾ അതിനകത്ത് സേഫായിട്ട് നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞാൻ സേഫായിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് എടുത്തിട്ട് അതിനെ കൊന്നു കളഞ്ഞു എന്ന്. ഇനി നമ്മൾ സ്ട്രോബെറിക്കാണ് വളമിടുന്നത്. സ്ട്രോബെറീസ് അവിടെ മാറി മാറി ഉണ്ടായി നിൽക്കുന്നതിന് ഈ റണ്ണേഴ്സ് പോയി എല്ലായിടത്തോട്ടും പുതിയ പുതിയ ചെടികളുണ്ടായി വരും. അപ്പോൾ അതിനേക്ക് ഒന്ന് പിഴുത് മാറ്റി അതിനെ പോട്ടിൽ വെക്കാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ കോഴികൾ പിറകെ നടക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അവിടെ വന്ന്, നീ എന്താ ചെയ്യുന്നേ, ഞാനിവിടെ നിന്നോളാം എന്നുള്ള രീതിയിൽ കൂടെ വരും. എവിടോട്ട് പോകുന്നു അവിടെ എല്ലാം കോഴിയുണ്ട്. മെയിനായിട്ടും ബ്രൗൺ കോഴിയാണ് കൂടെ പറ്റിച്ചേർന്ന് നടക്കുന്നത്. നമ്മുടെ സ്ട്രോബെറീസിന് ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോഴിയൊക്കെ ഞാൻ എന്താ പറയുക, ഓമനിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സമീപനമൊക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ ഓമനിച്ച് പോകുന്നതാണ്. അല്ലാതെ വീട്ടിലൊക്കെ കോഴി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഭയങ്കര അറപ്പോടുകൂടിയൊക്കെ ഞാനതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാറിയിട്ട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ഈ വെള്ളക്കോഴി അത്ര ഭയങ്കര സ്നേഹമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി, കുഴി ഉണ്ടാക്കിയിട്ട് ഇതിനും കൂടെ തിന്നാനും കൊടുക്കും കേട്ടോ. പക്ഷേ ഇതൊരു പാവം, അത് ഇത്രയും വലിയ കുഴിയൊന്നും ഉണ്ടാക്കത്തില്ല, കുറച്ചൊക്കെ ഒന്ന് ചകയും. ഈ ബ്രൗൺ കോഴി, വെള്ളക്കോഴി വരുന്നതിന് മുന്നേ അതിന് ചകയാൻ പോലും അറിയത്തില്ലായിരുന്നു. അത് വന്ന് ഈ വലിയ കുഴി എടുക്കുന്ന കണ്ടിട്ടാണ് അതൊന്ന് ചകഞ്ഞു തുടങ്ങിയത്. ഇത് നമ്മുടെ നാരകമാണ്, ലെമൺ, വലിയ നാരകം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഈ മുയൽകുട്ടന്മാരുടെ തലയിൽ മണ്ണ് വീണത് കണ്ടത്. രണ്ടുപേരെയും കൂടെ ഇവിടെ ഇങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടിൽ ഇട്ടേക്കാണ് പുല്ലൊക്കെ തിന്നാനായിട്ട്. ഞങ്ങളുടെ ലീസ് റാബിറ്റിനെ ഞങ്ങളിങ്ങനെ അഴിച്ചു വിടുമായിരുന്നു. പക്ഷേ ഇവരെ ഞങ്ങൾ ഇതുവരെയും ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടില്ല, അല്ലാതെ ഓപ്പണായിട്ട് അഴിച്ചു വിട്ടിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഈ 2 പേരുള്ളതുകൊണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരുന്നാൽ പിടിക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെയായിട്ട് കുറച്ച് റാസ്ബെറീസ് കഴിഞ്ഞ വർഷം നട്ടതാണ്. കഴിഞ്ഞ വർഷം ഈ പഴയ റാസ്ബെറീസിൻ്റെ റണ്ണേഴ്സിനെ എല്ലാം ഇങ്ങോട്ട് എടുത്ത് വെച്ചതാ. കോഴി കണ്ടോ. ഈ റാസ്ബെറീസിന് നമ്മൾ ഇതിൻ്റെ മൂടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് അതിൻ്റെ പഴയ ഇലയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തഴച്ച് വളർന്നു വന്ന് നല്ലതായിട്ടത് വിളവ് തരും കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞ വർഷം അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യവും ഞാൻ അങ്ങനെ ചെയ്യാണ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു കോഴി. ഇനിയിപ്പോൾ അവിടെ പുഴുത് വെച്ച് നമ്മുടെ അവക്കാഡോ ചെടി ഒരു ചട്ടിയിലോട്ടാക്കുകയാണ്. അറിയില്ല ഇതിനെ ഇങ്ങനെ മണ്ണോട് കൂടിയൊന്നും എടുക്കാഞ്ഞത് കൊണ്ട് അത് സർവൈവ് ചെയ്യുമെന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ നല്ല വെയിലായിരുന്നു, അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പോട്ടിലോട്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളം കൂടെ ചേർത്ത് പോട്ടിലോട്ടാക്കുകയാണ്.
ഇതിങ്ങനെ ഈ സീഡിൽ നിന്ന് കിളുത്ത് വന്നാൽ ഒരു 8 വർഷം കഴിയുമ്പം കായ്ക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഒരു 8 വർഷം കഴിയുമ്പോൾ ഞാനിതിൻ്റെ റിസൾട്ട് പറയാവേ. 8 വർഷം കഴിയുമ്പോഴല്ലേ ഇവിടെ വേറെ ഒരെണ്ണം ഞങ്ങളുടെ വലുത് പറഞ്ഞു, ഒരു 4 വർഷമായ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ അതൊരു ഇനിയിപ്പോൾ ഒരു 3 വർഷം കൂടെ ആയാൽ മതിയല്ലോ കായ്ക്കുമെന്ന് അറിയാനായിട്ട്. കൂട്ടിലാക്കിയിട്ട് അവനെ ഒരു ഒളിച്ച് എവിടെയെങ്കിലും ഇരുട്ടുള്ളിടത്ത് കൊണ്ട് വെച്ചതാട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സ്ട്രോബെറീസ് എല്ലാം അവിടെ ഇളക്കിയിട്ടേക്കുന്ന അതിനെ ഇതുപോലെ ഒരു പോട്ടിലോട്ടാക്കാമെന്ന് വിചാരിച്ചു. പോട്ടല്ല ഇത്, ഇനി നമ്മുടെ ഈ തക്കാളിയും ഈ ഓണിയൻ ബോക്സാണ് ഇത്. ഞങ്ങൾ പണ്ട് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് ഊറ്റി കൊണ്ടുവരുമ്പോൾ ഈ വണ്ടിയുടെ പുറകിൽ വയ്ക്കുമ്പോൾ അത് മറിഞ്ഞു പോകാതെ അവിടെ നിന്ന് എന്തോ കിട്ടിയതാണെന്ന് തോന്നുന്നു. എനിവേ അതിപ്പോൾ ഇവിടെ യൂസ്ലെസ് ആയിട്ട് കിടന്നപ്പോൾ ഞാൻ ഇതിനകത്ത് സ്ട്രോബെറീസ് നടാമെന്ന് വിചാരിച്ചതാണ്. ഉദ്ദേശമെന്ന് വെച്ചാൽ സ്ട്രോബെറി നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, സ്ട്രോബെറീസ് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടി പുറത്തോട്ട് കിടക്കുന്നു, ഫുള്ള് ഉണ്ടായി തൂങ്ങി കിടക്കുന്നു. അതൊക്കെയാണ് ഐഡിയ. ഈ സ്ട്രോബെറീസ് നമ്മൾ ഒരു തൈ മേടിച്ചാൽ മതിയേ, അത് പിന്നെ ഇഷ്ടം പോലെ ആയിക്കോളും. ഈ റണ്ണേഴ്സ് വന്ന് എല്ലായിടത്തോട്ടും പോയി ഒരുപാട് തൈകളുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ്. എൻ്റെ അടുത്തൊരു 2-3 ചെടിയോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ ഗാർഡൻ ബെഡിൻ്റെ 2 സൈഡ് നിറച്ച് സ്ട്രോബെറി വെച്ചു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു 1-2 ചെടിയിൽ നിന്നുണ്ടാക്കിയ ചെടികളാണ്. പിന്നെ കഴിഞ്ഞ വർഷമാണ് വേറൊരു സ്ട്രോബെറി ഞങ്ങൾ ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചത്. അത് റെഡ് ഫ്ലവേഴ്സാണ് അതിനുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനാണ് അത് മേടിച്ചത്. കഴിഞ്ഞ വർഷം അത് ശോഷിച്ച് നിൽക്കുമായിരുന്നു. 1-2 സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടായി, പക്ഷേ അത് ഈ ഒച്ചയൊക്കെ തിന്ന് പോവുക ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നോക്കാം. കുറച്ച് പുഷ്ടിപ്പെട്ട് കുറച്ച് പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. എന്ത് പറ്റി? പണി തുടങ്ങി ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ട് മടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അടി കൂടുന്ന എന്താ ചെടിയായിട്ട്? പക്ഷെ നല്ല പൂവായിരുന്നു. കുറച്ച് നേരം ഒന്നിരുന്നിട്ട് ഞാൻ സ്നോ പീസ് നടാൻ പോവാ. ഇതൊക്കെ നട്ടു തുടങ്ങിയാൽ ഇനി കോഴി അഴിച്ചു വിടുന്നത് എങ്ങനെയാണോ, കോഴി അഴിച്ചു വിടില്ലെങ്കിൽ വൈറ്റ് കോഴി അവിടെ കിടന്ന് കാർച്ചയാണ്. മറ്റവൻ പതുക്കെ ചെറുതായിട്ട് മൂളത്തേ ഉള്ളൂ, നമ്മുടെ ബ്രൗൺ കോഴി. അപ്പോൾ എങ്ങനെയാവോ എന്തോ. ഇതൊക്കെ നട്ടിട്ട് കോഴി കയറാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൂടെ എല്ലാം മൾച്ചിട്ടത് കോഴി കയറാതിരിക്കാനല്ല, അതിൻ്റെ മേളിൽ കൂടെ എല്ലാം കമ്പൊക്കെ പറക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഗാർഡൻ വിശേഷങ്ങൾ ഇവിടുത്തെ. ഇതിപ്പോൾ കുറച്ച് നാൾ മുന്നത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോൾ കിളുത്തു വന്നു, സ്നോ പീസൊക്കെ കിളുത്തു വന്നിട്ടുണ്ട്. മൾച്ചിടുമ്പോൾ ഈ ഒരു ഈർപ്പം മണ്ണിൽ നിലനിർത്താനായിട്ട് അത് സഹായിക്കും. പിന്നെ ഇതങ്ങോട്ട് മുളച്ചു വരുമ്പോഴേ, അല്ലെങ്കിൽ ഇത് വാടിക്കരിഞ്ഞ് പോകും ഒരു ഇച്ചിരി വെള്ളം കുറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു മൾച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പം കാരണം അതവിടെ സേഫായിട്ടിരിക്കും. അപ്പം ഞാൻ മിക്കപ്പോഴും മൾച്ചിടാറുണ്ട്. ഇത് ബണ്ണിങ്സിൽ നിന്ന് മേടിച്ച ഷുഗർ കെയിൻ മൾച്ചാണ്. നമ്മുടെ കരിയില ആവശ്യത്തിനുണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പുതിയ വരും വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.